കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേറ്റ് കൊന്ത ചൊല്ലും, പ്രാർത്ഥിക്കും, മാതാവിനോടുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. 1-2 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ അങ്ങനെ ഇരിക്കും. പിന്നെ 5:30 വീണ്ടും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണെന്ന് അറിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ പ്രാർത്ഥിച്ചു, സൈത്ത് വെച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു. പക്ഷേ അതും എനിക്ക് അവിടെ മാതാവ് ശക്തിയാണ് നൽകിയത്. കാരണം ഈ റിപ്പോർട്ട് അറിയുന്നത് എൻ്റെ കൂടെ ഞാൻ ആരെയും കൊണ്ടുപോകാറില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എല്ലാ കാര്യത്തിനും ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്നോട് പറഞ്ഞു ഇന്ന രോഗമാണെന്ന് രണ്ടാമത് ഞാൻ അറിയുന്നു. ആ സമയത്ത് ഏപ്രിലായിരുന്നു, ഈസ്റ്ററിൻ്റെ സമയമാണ്. ഞാൻ ഒരാഴ്ച വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് വിഷമമാവും, ഈസ്റ്റർ ആകെ അലങ്കോലമാവും. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച മറച്ചു വെച്ചുകൊണ്ടിരുന്നു.